നമസ്കാരം. TN ന്യൂസിലേക്ക് സ്വാഗതം. നടൻ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട്. ഇന്നലെ രാത്രി വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിലവിൽ നടന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. രജനീകാന്തിന് മുൻപ് നിശ്ചയിച്ച പ്രൊസീജിയർ ഉണ്ടായിരുന്നെന്നും അത് ഇത്തവണ നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സായി സതീഷിന്റെ ചികിത്സയിലാണ് രജനീകാന്ത് ഇപ്പോൾ. ഇന്ന് തന്നെ പ്രൊസീജിയർ നടക്കുമെന്നാണ് അറിയുന്നത്. ഗുരുതരമല്ലാത്ത ചില ഹൃദയരോഗ പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നതിനായി നടത്തുന്ന ചെറിയ സർജിക്കൽ ചികിത്സയാണ് എലക്ടീവ് കാർഡിയക് പ്രൊസീജിയർ. എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന നിലയിൽ മാറ്റിവെച്ചിരുന്ന പ്രൊസീജിയറിന് രജനീകാന്ത് ഇന്ന് വിധേയനാവുക. ലോകേഷ് കനകരാജിന്റെ ചിത്രത്തിന്റെ സെറ്റിൽ നിന്നാണ് രജനീകാന്ത് ചെന്നൈയിൽ എത്തിയത്. ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവിടെ വെച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. വേട്ടയാൻ സിനിമ പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നടൻ ആശുപത്രിയിലായിരിക്കുന്നത്. ഒക്ടോബർ 10-നാണ് സിനിമയുടെ റിലീസ്. ചിത്രത്തിൽ മലയാള സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് നായികയായി എത്തുന്നത്. 2020-ൽ സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രവേശത്തിൽ നിന്ന് രജനീകാന്ത് പിൻവാങ്ങിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ സജീവമായിരിക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന സിനിമയിലാണ് രജനി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്.